ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS വ്ലോഗിലേക്ക് സ്വാഗതം. ഓൺലൈൻ മണി മേക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ തീർച്ചയായും പല മെത്തേഡും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് അത്യാവശ്യം ഏർണിങ്സ് ഒക്കെ നേടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്സ് എപ്പോഴും ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് മെത്തേഡിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ 100% ജെന്യൂൻ ആയിട്ട് തന്നെ പേയ്മെന്റ് കിട്ടുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഏർണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് ഗൂഗിൾ ആഡ്സെൻസിന്റെ പേജാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് $41 ഇവിടെ ഏൺ ചെയ്ത പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഏൺ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ TGS വ്ലോഗർ എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് അത്ര വലിയ ടഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ആർട്ടിക്കിൾസ്, ഒരു 10-30 ആർട്ടിക്കിൾസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും AdSense അപ്രൂവ് കിട്ടുന്നതായിരിക്കും. അതും കറക്റ്റായിട്ട് എഴുതുക. ആർട്ടിക്കിൾസ് അത്യാവശ്യം 1000 വേർഡ്സിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ കോപ്പി ഒന്നും ചെയ്യാതെയൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ രീതി എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് AdSense അപ്രൂവ് കിട്ടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ സൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ സൈറ്റിൽ AdSense വന്നു കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇംപ്രഷനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. എത്ര പരസ്യം ആൾക്കാർ കാണുന്നോ അതിനനുസരിച്ച് പൈസയാണ്. യൂട്യൂബ് പോലെ വാച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ബാനർ ആഡ് ആയിരിക്കും. അതുപോലത്തെ ആഡ് വരുന്നതിനൊക്കെ അനുസരിച്ച് നമുക്ക് പൈസ കിട്ടുന്നതായിരിക്കും. നല്ലൊരു എമൗണ്ട് ആണ്. നിങ്ങൾ യൂട്യൂബൊക്കെ വിചാരിക്കുന്ന യൂട്യൂബിനെക്കാളൊക്കെ കൂടുതൽ എമൗണ്ട് ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അത്രമാത്രം എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരുപാട് ടൂൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് പാരഫ്രൈസ് ചെയ്യാനാണെങ്കിൽ, ഒരു സെൻറ്റൻസ് പാരഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ ക്വിൽബോർഡ് എന്ന് പറയുന്ന AI ടൂളുണ്ട്. അതിന് നമുക്ക് പാരഫ്രൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലേഗരിസം വരാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ പ്ലേഗരിസം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗ്രാമർലി എന്ന് പറഞ്ഞ ഗ്രാമർലി പ്ലേഗരിസം ചെക്കറുണ്ട്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം മലയാളത്തിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് മലയാളത്തിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെയൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 100% ജെന്യൂൻ ആണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രം മതി. കാരണം വെബ്സൈറ്റ് തുടങ്ങി അതിനകത്തൂടെ ഏർണിങ്സ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം അത് വലിയ ടഫായിട്ടുള്ള കാര്യമെന്നാണ്. പക്ഷേ ടഫായിട്ടുള്ള കാര്യമൊന്നും അല്ല. ഒരു തവണ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഗ്രാമർലി പോലത്തെ സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്ലേഗരിസം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലേഗരിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടോയെന്ന് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. പ്ലേഗരിസം ഫ്രീ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത് നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിനകത്ത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം ഇതുപോലെ പാരഫ്രൈസ് ചെയ്യുക. പാരഫ്രൈസ് ചെയ്ത ശേഷം നിങ്ങൾ പ്ലേഗരിസം ചെക്ക് ചെയ്യുക. പ്ലേഗരിസം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വെബ്സൈറ്റിനെ കുറിച്ച് ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അധികം പേർക്കും ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അധികം പേർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആരും കമൻ്റ് ഒന്നും അധികം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇടായിരുന്നത്. പിന്നെ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് തുടങ്ങാത്ത ഹോസ്റ്റിംഗർ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ, ഡൊമൈൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൊമൈൻ ഹോസ്റ്റും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയൊരു എമൗണ്ട് 5000 to 6000 രൂപ നമ്മൾ മുടക്കേണ്ടി വരും. ഒരു വർഷത്തേക്കാണത്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പൈസ കിട്ടുന്നതായിരിക്കും. അതുപോലെ SEO റൈറ്റിംഗ് AI എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട്. അതുവഴി നിങ്ങൾ ജസ്റ്റ് കീവേഡ് മാത്രം കൊടുത്താൽ മതി. കീവേഡിനനുസരിച്ച് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു ടൈറ്റിലും അതുപോലെ തന്നെ കണ്ടന്റും അവർ എഴുതി തരുന്നതായിരിക്കും. അതും H1 H2 ഹെഡിങ് ഒക്കെ ഉൾപ്പെടെ H3 അങ്ങനെയുള്ള ഹെഡിങ് ഒക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് എഴുതി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ രീതി ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ക്വിൽബോർഡ് വന്ന് പാരഫ്രൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്ലേഗരിസം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് നിങ്ങൾ ആർട്ടിക്കിൾസ് എഴുതുക. ആർട്ടിക്കിൾസ് എഴുതുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ്, യൂട്യൂബിനെക്കാളും പേയ്മെൻറ്റ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്സൈറ്റ്. അതുപോലെ നിങ്ങൾ കീവേഡ് റിസർച്ച് SEO ഒപ്റ്റിമൈസേഷൻ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ട്രാഫിക് നിങ്ങളിലേക്ക് വരികയും ഒരുപാട് ഏർണിങ്സ്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഏർണിങ്സ് നിങ്ങൾക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണ്. തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഹോസ്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ മണി മേക്കിംഗ് നിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നിഷ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ന്യൂസിൻ്റെ വേണമെങ്കിൽ ന്യൂസിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ ആണെങ്കിൽ എന്ത് കാറ്റഗറി ആണോ അല്ലെങ്കിൽ ട്രാവലിൻ്റെ ആണോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട അത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 30 പോസ്റ്റ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ഇടുക. 30 പോസ്റ്റ് കണ്ടിന്യൂ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഡ്സൻസിൻ്റെ അപ്രൂവ് കിട്ടുന്നതായിരിക്കും. അഡ്സൻസിൻ്റെ അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ ഓരോ ആർട്ടിക്കിൾസിനകത്തും എല്ലാ